നമസ്കാരം. ഭാരതത്തിൻ്റെ സമുദ്ര സുരക്ഷാ രംഗത്തും പ്രതിരോധ മേഖലയിലും വലിയൊരു നാഴികക്കല്ലായി മാറിയിരിക്കുന്ന MQ-9B സീ ഗാർഡിയൻ ഡ്രോൺ കരാർ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സുപ്രധാനമായ സംഭവ വികാസമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണ ശേഷിയും സമുദ്രമേഖലയിലെ സുരക്ഷാ സജ്ജീകരണങ്ങളും പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ പ്രതിരോധ കരാറിനെ അമേരിക്കൻ എംബസി വളരെ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. വിശാലമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുസ്ഥിരമായ സുരക്ഷയും സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് നയവും ഉറപ്പാക്കുന്നതിൽ ഈ അത്യാധുനിക സംവിധാനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി അമേരിക്കൻ കമ്പനിയായ ജനറൽ അറ്റോമിക്സിൽ നിന്നും 2 MQ-9B സീ ഗാർഡിയൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് വിദൂര ഡ്രോൺ സംവിധാനം 30 മാസത്തേക്ക് പാട്ടത്തിനെടുക്കുന്നതിനുള്ള കരാറാണ് പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചിരിക്കുന്നത്. കരാർ ദില്ലിയിലെ കർത്തവ്യ ഭവൻ 2-ൽ വെച്ചാണ് ഒപ്പുവെച്ചത്. പ്രതിരോധ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയും ഡയറക്ടർ ജനറലുമായ A. അൻബരസുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ സുപ്രധാനമായ ഒപ്പുവയ്ക്കൽ ചടങ്ങ് നടന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളും അത്യാധുനിക സെൻസറുകളും സങ്കീർണമായ പേലോഡുകളും സജ്ജീകരിച്ചിട്ടുള്ള ഈ ഡ്രോണുകൾ നാവികസേനയുടെ സമുദ്ര ഡൊമൈൻ അവയർനെസ് ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കുമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുടനീളം നിരന്തരമായ രഹസ്യാന്വേഷണ നിരീക്ഷണവും വിവരശേഖരണവും ഉറപ്പാക്കാൻ ഈ സംവിധാനങ്ങൾക്ക് സാധിക്കും. വിശാലമായ സമുദ്ര പ്രദേശങ്ങളിൽ തടസ്സമില്ലാതെ നിരീക്ഷണം തുടരാനും കടലിലെ ഏത് ചെറിയ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിക്കാനും വിലയിരുത്താനുമുള്ള നാവികസേനയുടെ കഴിവ് ഇതിലൂടെ 10 മടങ്ങ് വർദ്ധിക്കും. സമുദ്രമേഖലയിലെ അടിയന്തര സാഹചര്യങ്ങളോട് വേഗത്തിലും ഫലപ്രദമായും പ്രതികരിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നതാണ് ഈ പുതിയ സൈനിക നീക്കം. ഇന്ത്യ അമേരിക്ക പ്രതിരോധ പങ്കാളിത്തത്തിൻ്റെ തുടർച്ചയായ പുരോഗതിയാണ് ഈ കരാറിലൂടെ വ്യക്തമാകുന്നത് എന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയപരമായ സഹകരണം കൂടുതൽ ദൃഢമാകുന്നതിൻ്റെ തെളിവാണിതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആധുനിക യുദ്ധമുറകളിലും തന്ത്രപരമായ നിരീക്ഷണ ദൗത്യങ്ങളിലും ലോകരാഷ്ട്രങ്ങളുടെ സുരക്ഷാ മുൻഗണനകളെ തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നാഴികക്കല്ലാണ് MQ-9B സീ ഗാർഡിയൻ ഡ്രോണുകൾ. ആകാശത്ത് അസാധാരണമായ ദീർഘനേരം പറക്കാനും അതിസൂക്ഷ്മമായ വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള ഇവയുടെ സവിശേഷതകൾ പ്രതിരോധ രംഗത്ത് ഇവയ്ക്ക് സമാനതകളില്ലാത്ത സ്ഥാനം നേടിക്കൊടുക്കുന്നുണ്ട്. ചാരവൃത്തി, നിരീക്ഷണം, ലക്ഷ്യങ്ങളിൽ കൃത്യതയോടെയുള്ള ഇടപെടൽ എന്നിവയിൽ ഈ ഡ്രോണുകൾ ഇതിനകം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുപ്രധാനമായ നിരവധി ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. സമുദ്രമേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ശത്രു നീക്കങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുന്നതിനും അമേരിക്കൻ സൈന്യവും സഖ്യരാജ്യങ്ങളും ഈ ഡ്രോണുകളെയാണ് വ്യാപകമായി ആശ്രയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിശ്വസ്തവും കരുത്തുറ്റതുമായ റിമോട്ട് പൈലറ്റില്ല വിമാന സംവിധാനങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. സമാനമായ മറ്റ് സാധാരണ ഡ്രോണുകളിൽ നിന്നും MQ-9B സീ ഗാർഡിയനെ തികച്ചും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ സാങ്കേതിക മികവും അവിശ്വസനീയമായ പ്രവർത്തന ശേഷിയുമാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഈ ഡ്രോണുകൾക്ക് 30 മണിക്കൂറിലധികം തുടർച്ചയായി ആകാശത്ത് തങ്ങി നിൽക്കാനും സാധിക്കും. അതായത് വലിയ സമുദ്ര പ്രദേശങ്ങളും അതിർത്തി മേഖലകളും ഇന്ധനം നിറയ്ക്കാതെ ദിവസങ്ങളോളം തടസ്സമില്ലാതെ നിരീക്ഷിക്കാൻ ഈ സംവിധാനത്തിന് കഴിയുമെന്ന് സാരം. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, അത്യാധുനിക റഡാറുകൾ, ഇൻഫ്രാറെഡ് സെൻസറുകൾ, വിവിധ കാലാവസ്ഥകളെ അതിജീവിച്ച് പ്രവർത്തിക്കാനുള്ള എയറോഡൈനാമിക്സ് ഡിസൈൻ എന്നിവയാണ് ഇതിനെ മറ്റ് ഡ്രോണുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. സാധാരണ ഡ്രോണുകളിൽ നിന്ന് വ്യത്യസ്തമായി സിവിലിയൻ വ്യോമപാതകളിലും സുരക്ഷിതമായി പറക്കാനുള്ള ആൻറ്റി കൊളിഷൻ സംവിധാനങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഭാരതത്തിൻ്റെ സമുദ്ര സുരക്ഷാ രംഗത്ത് ഈ ഡ്രോണുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതായിരിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും തന്ത്രപ്രധാനമായ മറ്റ് സമുദ്രാതിർത്തികളിലും കടന്നുകയറ്റങ്ങൾ തടയുന്നതിനും ശത്രുക്കളുടെ നീക്കങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നതിനും ഈ ഡ്രോണുകൾ ഇതിനകം തന്നെ നാവികസേനയ്ക്ക് കരുത്ത് പകർന്നിട്ടുണ്ട്. വിശാലമായ സമുദ്രപരപ്പിൽ കാണാതാകുന്ന കപ്പലുകളെ കണ്ടെത്താനും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും
സമുദ്രത്തിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ചെറുക്കാനും ഈ യാനങ്ങൾ നിർണായകമായ ദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ടുമുണ്ട്. സങ്കീർണമായ സമുദ്ര സാഹചര്യങ്ങളിൽ പോലും തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ നാവികസേനയുടെ മാരിടൈം ഡൊമൈൻ അവയർനെസ് ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇവയുടെ പങ്ക് സമാനതകളില്ലാത്തതായി തീരും. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് പ്രതിരോധ മേഖലയിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകാൻ ഇത്തരം അത്യാധുനിക ഡ്രോണുകൾക്ക് സാധിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ പരമാധികാരവും സമുദ്രാതിർത്തികളുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിൽ ഈ ഡ്രോണുകൾ നൽകുന്ന സേവനങ്ങൾ രാജ്യത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ സുവർണ അധ്യായങ്ങളൊന്നായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാവിയിലെ സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാനും രാജ്യത്തിൻ്റെ പ്രതിരോധ നയങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനും ഇത്തരം അത്യാധുനിക സംവിധാനങ്ങളുടെ സാന്നിധ്യം ഇന്ത്യയെ സജ്ജമാക്കും. ചുരുക്കത്തിൽ ആധുനിക ലോകത്തെ സമുദ്ര സുരക്ഷയുടെ കാവൽക്കാരായി ഈ ഡ്രോണുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് നിഷേധിക്കാൻ സാധിക്കാത്ത യാഥാർത്ഥ്യമാണ്. ഭാരതം MQ-9B സീ ഗാർഡിയൻ ഡ്രോണുകൾ നേരിട്ട് വാങ്ങുന്നതിന് പകരം 30 മാസത്തേക്ക് പാട്ടത്തിനെടുക്കാൻ തീരുമാനിച്ചത് രാജ്യത്തിൻ്റെ സാമ്പത്തികവും തന്ത്രപരവുമായ കാഴ്ചപ്പാടിൽ വളരെ വലിയ നേട്ടമായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ദീർഘകാലമായുള്ള വലിയ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കിക്കൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യ തടസ്സമില്ലാതെ സ്വന്തമാക്കാൻ ഈ പാട്ടക്കരാറിലൂടെ സാധിക്കുന്നുണ്ട്. ഡ്രോണുകൾ വാങ്ങുമ്പോൾ വരുന്ന ഭീമമായ തുക ഒറ്റയടിക്ക് മുടക്കുന്നതിന് പകരം ആവശ്യമുള്ള കാലയളവിൽ മാത്രം പണം നൽകിയാൽ മതിയെന്നത് സർക്കാരിൻ്റെ മറ്റ് സുരക്ഷാ പദ്ധതികളുടെ ഫണ്ടിങ്ങിന് ഏറെ സഹായകരമാണ്. ഈ പാട്ടരീതിയുടെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്ന് സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള മാറ്റത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ മാപ്പുകൾ പുതുക്കാനും കൂടുതൽ നൂതനമായ മോഡലുകളിലേക്ക് മാറാനുമുള്ള സൗകര്യമാണ്. പ്രതിരോധ രംഗത്ത് സാങ്കേതിക വിദ്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വലിയ ഡ്രോണുകൾ സ്വന്തമാക്കി സൂക്ഷിക്കുന്നത് കാലഹരണപ്പെടാൻ ഇടയാക്കും. എന്നാൽ പാട്ടക്കരാർ വ്യവസ്ഥയിൽ ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുള്ള ഡ്രോണുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും നാവികസേനയുടെ നിരീക്ഷണശേഷി എപ്പോഴും അത്യാധുനിക നിലവാരത്തിൽ നിലനിർത്താനും സാധിക്കും. കൂടാതെ ഡ്രോണുകളുടെ പരിപാലനം, അറ്റകുറ്റപ്പണികൾ, സാങ്കേതിക പിന്തുണ എന്നിവയുമായി ബന്ധപ്പെട്ട വലിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ചെലവുകളിൽ നിന്നും താൽക്കാലികമായി ഒഴിവ് നേടാൻ പാട്ടക്കരാറുകൾ സഹായിക്കുന്നുണ്ട്. നിർമ്മാതാക്കളായ ജനറൽ അറ്റോമിക്സിൻ്റെ നേരിട്ടുള്ള സാങ്കേതിക പിന്തുണയോടെയാകും ഈ യാനങ്ങൾ പ്രവർത്തിക്കുക എന്നതിനാൽ ഇവയുടെ പ്രവർത്തനക്ഷമത എപ്പോഴും ഉയർന്ന നിലവാരത്തിൽ തന്നെ ആണ് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. പുതിയൊരു സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനക്ഷമതയും ഫലപ്രാപ്തിയും സ്വന്തം സേനയിൽ പരീക്ഷിച്ചറിയാനും ഭാവിയിൽ ഇവ പൂർണ്ണമായി വാങ്ങുന്നതിനെക്കുറിച്ച് വ്യക്തമായ തീരുമാനമെടുക്കാനും ഈ പാട്ടക്കരാർ ഇന്ത്യക്ക് മികച്ചൊരു അവസരമാണ് നൽകുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി MQ-9B സീ ഗാർഡിയൻ ഡ്രോണുകൾ പാട്ടത്തിനെടുക്കാനുള്ള പ്രതിരോധ കരാർ ഏഷ്യൻ മേഖലയിലെ തന്ത്രപരമായ ശക്തി സന്തുലിതാവസ്ഥയിൽ ഭാരതത്തിൻ്റെ സ്വാധീനം വൻതോതിൽ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. സമുദ്ര സുരക്ഷയിലും നിരീക്ഷണ ശേഷിയിലും രാജ്യം കൈവരിക്കുന്ന ഈ കുതിച്ചുചാട്ടം സ്വാഭാവികമായും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും പ്രതിരോധ കണക്കുകൂട്ടലുകളെ സാരമായി ബാധിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലും ഇന്ത്യയുടെ നിരീക്ഷണ വലയം മുറുകുന്നത് ഈ രാജ്യങ്ങളുടെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കും നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കും കനത്ത പ്രഹരമാകും ഈ ഡ്രോണുകളുടെ വിന്യാസം. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ അന്തർവാഹിനികളും പര്യവേക്ഷണ കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലൂടെ നടത്തുന്ന രഹസ്യ നീക്കങ്ങളും പ്രവർത്തനങ്ങളും കൃത്യമായി കണ്ടെത്താനും തത്സമയം നിരീക്ഷിക്കാനും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഡ്രോണുകൾക്ക് സാധിക്കും. ചൈനയുടെ സുപ്രധാന സമുദ്ര വ്യാപാര പാതകളിലും ഊർജ്ജ വിതരണ വഴികളിലും ഇന്ത്യയുടെ നിരന്തരമായ നിരീക്ഷണമുണ്ടാകുന്നത് അവരുടെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് വലിയ തടസ്സമാകും. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ നാവികസേനയ്ക്കും തീരദേശ സുരക്ഷാ ഏജൻസികൾക്കും ഈ കരാർ വലിയൊരു സുരക്ഷാ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പാകിസ്ഥാൻ തീരങ്ങളിൽ നിന്നും അറബിക്കടലിൽ നിന്നും ഉണ്ടാകാനിടയുള്ള ഭീകരവാദ നീക്കങ്ങൾ, നിയമവിരുദ്ധ ആയുധ മയക്കുമരുന്ന് കടത്തുകൾ, സംശയകരമായ കപ്പലുകളുടെ സഞ്ചാരം എന്നിവ അതിവേഗം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇനി സാധിക്കും. ദിവസങ്ങളോളം തടസ്സമില്ലാതെ ആകാശത്ത് തങ്ങി നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന ഈ ഡ്രോണുകൾ പാകിസ്ഥാൻ്റെ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പുകൾ ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരിക്കും. ചുരുക്കത്തിൽ ഇരു അയൽ രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള ഏത് കടന്നുകയറ്റങ്ങളെയും സുരക്ഷാ ഭീഷണികളെയും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ഇന്ത്യയെ ഈ ആധുനിക പ്രതിരോധ കരാർ കൂടുതൽ ശക്തമാക്കുന്നു. സമുദ്രമേഖലയിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിലൂടെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും തന്ത്രപരമായ മേൽക്കോയ്മയ്ക്ക്
വലിയ തിരിച്ചടിയാണ് ഈ നീക്കം നൽകുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.